ശബരിമല മൊത്തം തൂക്കി വിറ്റോ എന്ന സംശയമാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. ഇതുവരെ കണ്ടതും കേട്ടതൊന്നുമല്ല അവിടെ നടന്ന സ്വർണ്ണ കവർച്ച എന്നാണ് ഹൈക്കോടതി പറയുന്നത്. സ്വർണ്ണ കവർച്ച കേസിൽ അതീവ നിർണായകം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളിലും കട്ടിളപ്പടിയിലും സ്വർണം പൂശിയത് അന്വേഷിക്കുന്നതിനൊപ്പം ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം മറ്റു ചില നിർണായക നിർദ്ദേശങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം നിലവിലെ ദേവസ്വം ബോർഡിന് പങ്കുണ്ടോ എന്ന സംശയവും കോടതി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SIT ശബരിമലയിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തിരുന്നു. ഈ ബുക്ക് പരിശോധിച്ച കോടതി മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിൽ സർവത്ര ക്രമക്കേട് ഉണ്ട് എന്നും നിരീക്ഷിച്ചു. SIT രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിക്കുമ്പോൾ നടത്തിയ ചില നിരീക്ഷണങ്ങളും നൽകിയ നിർദ്ദേശങ്ങളുമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേട്ടറിഞ്ഞതിനേക്കാൾ വലിയ സത്യമാണ് എന്ന സൂചന നൽകുന്നത്. വിജയ് മല്യ തങ്കം പൂശിയ വാതിൽപ്പാളികൾ ഇപ്പോൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കോടതി നടത്തിയ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. പോറ്റിയെ സന്നിധാനത്തെ ഏതോ വലിയ അധികാരി എന്ന നിലയിൽ നിയമിച്ചിരിക്കുന്നു. ആരാണ് പോറ്റിക്ക് അവിടെ ഇത്ര വലിയ അധികാരം നൽകിയത് എന്ന് കണ്ടെത്തണം. പോറ്റിക്ക് അത്ര പ്രബലമായ അധികാരം കൊടുത്ത് അധികാരിയാക്കിയ മൂർത്തി ആരായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം കോടതി നൽകിയിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിലെ തന്നെ ഉന്നതരാണ് പോറ്റിയെ തീറ്റിപ്പോറ്റുന്നത് എന്ന് കോടതിക്ക് തന്നെ സംശയമുണ്ട്. ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന സംശയവും കോടതി പ്രകടിപ്പിക്കുന്നു. മുൻപ് വിജയ് മല്യ 1998 2.5 കിലോ തനി തങ്കം ശ്രീകോവിലിന്റെ വാതിൽ പൂശി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന പുതിയ വാതിലുകളിൽ 324 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് 2.5 കിലോ സ്വർണം പൂശിയ വാതിലുകൾ എവിടെ പോയി എന്ന് കണ്ടെത്തണം. ഈ വാതിലുകൾ ദേവസ്വം ബോർഡിന്റെ ശേഖരത്തിലുണ്ടോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തണം. സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളി തന്നെയാണോ എന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പാളി കണ്ടെടുത്തത് അഷ്ടാഭിഷേകം നടക്കുന്നിടത്ത് നിന്നാണ്. ഇത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ അന്വേഷണം നിലവിലെ ദേവസ്വം ബോർഡിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും ജനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സംശയം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചായിരുന്നു. പോറ്റിക്ക് ശബരിമലയിൽ പരിപൂർണമായ അധികാരം നൽകിയതായാണ് കോടതി കണ്ടെത്തിയത്. സാധാരണഗതിയിൽ സന്നിധാനത്തെ വാതിൽ, കട്ടിളപ്പടി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ദേവസ്വം ബോർഡ് മരാമത്ത് വകുപ്പാണ് നടത്തേണ്ടത്. എന്നാൽ അതിനു പകരം ഈ ജോലികളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പരമാധികാരിയാക്കി മാറ്റി കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ പോറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ച അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച ഒരു യഥാർത്ഥ മൂർത്തി ഉണ്ടാകുമെന്നാണ് കോടതി നിരീക്ഷണം. ആ മൂർത്തി ആരാണ് എന്ന് കണ്ടെത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന സംശയം കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്ത് നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന സംശയത്തിൽ അന്വേഷണം നടത്തി വസ്തുത കണ്ടെത്താൻ കോടതി ആവശ്യപ്പെട്ടു. അതോടൊപ്പം 2018 മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കാനാണ് നിർദ്ദേശം. 2019 വരെ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡിന് കേസിൽ പങ്കുണ്ട് എന്ന സംശയം ഉയർന്നിരുന്നു. കോടതിയുടെ ഇടപെടലോടെ 2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികൾ പ്രതിക്കൂട്ടിലാകും. PS പ്രശാന്ത് നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിക്കുന്നതിനിടയിലാണ് കോടതി ദേവസ്വം ബോർഡിലേക്ക് കൂടി സംശയത്തിന്റെ മുന നീട്ടുന്നത്. ഇത് പ്രശാന്തിന്റെ കാലാവധി നീട്ടുന്നത് അനിശ്ചിതത്വത്തിലാക്കും. ഇനി ഇത് മറികടന്ന് കാലാവധി നീട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അയച്ചതിൽ ദേവസ്വം ബോർഡ് അനാവശ്യ ധൃതി കാണിച്ചു എന്നാണ് കോടതിയുടെ സംശയം. ജനുവരി മുതൽ സമയമുണ്ടായിട്ടും മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങാനിരിക്കെ തിടുക്കപ്പെട്ട് ഈ നടപടി സ്വീകരിച്ചത് എന്തിനാണ് എന്ന് കണ്ടെത്തണം. ഇക്കാര്യത്തിൽ ദേവസ്വത്തിന് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടായിരുന്നോ എന്ന് കണ്ടെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളുടെ അടക്കം റെപ്ലിക്ക എടുത്ത് തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് സ്വർണ്ണപ്പാളി തന്നെ മാറ്റിയിട്ടുണ്ടോ എന്ന വസ്തുത കണ്ടെത്തുന്നതിനാണ്.
ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ വ്യാപകമായ പിശകാണ് കോടതിയും അന്വേഷണ സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും 2025 സ്വർണ്ണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്തത് സംശയാസ്പദമായ കാര്യം തന്നെയാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതിനിടെ ഇതേ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് പുറമെ ദേവസ്വം വിജിലൻസിന്റെ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ദേവസ്വം വിജിലൻസും ബുധനാഴ്ച ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് പുതുതായി സമർപ്പിച്ചത്. ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന 4ാമത്തെ റിപ്പോർട്ടാണ് ഇത്. ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെതിരെ ഗുരുതരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയത്. സ്വർണം പൊതിഞ്ഞ പാളുകൾ ചെമ്പുപാളി ആയത് വാസുവിന്റെ കാലത്താണ് എന്നാണ് കണ്ടെത്തൽ. അതിനർത്ഥം ദേവസ്വം ബോർഡ് അറിഞ്ഞു തന്നെയാണ് ഈ തിരിമറികൾ എല്ലാം നടന്നത് എന്നാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ കവർച്ചയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഭിപ്രായപ്പെട്ടിരുന്നു. 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വ്യക്തിയാണ് എൻ വാസു. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി മാസങ്ങൾക്കകം തന്നെ പ്രസിഡന്റായി ദേവസ്വത്തിലേക്കുള്ള വാസുവിന്റെ മടങ്ങിവരവ് തന്നെ CPM-ലും സർക്കാരിലും വാസുവിനുള്ള സ്വാധീനമാണ് തെളിയിക്കുന്നത്. സ്വർണം ബാക്കിയുണ്ട് എന്നും വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാമെന്നും അറിയിച്ച് കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബർ 9 എൻ വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. ഇക്കാര്യം വാസുവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ സത്യം പുറത്തുവരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇക്കഴിഞ്ഞ 7 കൊല്ലത്തിനിടെ, അതായത് 2018-നും 2025-നും ഇടയ്ക്ക് ശബരിമലയിൽ നടന്ന കൊള്ളയുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാണ് ഇന്നലത്തെ ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ വലിയ വമ്പന്മാർക്ക് സ്വർണ്ണ കവർച്ചയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന അനുമാനത്തിലേക്ക് തന്നെ ഇത് നമ്മെ എത്തിക്കും. സ്വർണ്ണ കവർച്ചയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്കിലേക്ക് അത് സർക്കാരിനെ എത്തിക്കും. 2 നിർണായക തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന കാലത്ത് അതൊരിക്കലും സർക്കാരിന് ഗുണം ചെയ്യില്ല.